ബിജെപി കോർ കമ്മിറ്റിയിൽ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ ആഞ്ഞടിച്ച വി മുരളീധര പക്ഷം ഫണ്ട് തട്ടിപ്പിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നും തട്ടിപ്പ് നടത്തിയവരെ നിയമിച്ചത് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് എന്നും വിമർശനം. എസ് സുരേഷിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യമുയർന്നു. നേതാക്കൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ലെന്ന് നേതാക്കൾ മാധ്യമങ്ങളോട് ആവർത്തിക്കുമ്പോഴാണ് കോർ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷ വിമർശനം. ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെ ഉന്നം വെച്ചായിരുന്നു ആക്രമണങ്ങളെല്ലാം. സംസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ചു നടന്ന തട്ടിപ്പിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാകില്ല. ഇപ്പോൾ കുറ്റക്കാരായി പറയുന്നവരെയൊക്കെ നിയമിച്ചത് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷാണ്. അതിനാൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും വി മുരളീധര പക്ഷം ആവശ്യപ്പെട്ടു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ക്രമക്കേടിനെതിരെ സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ ഔദ്യോഗികമായി പരാതി നൽകിയിട്ട് പോലും നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറായില്ല. മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ വ്യക്തമായ തെളിവുണ്ടായിട്ടും പാർട്ടി സംരക്ഷിക്കുന്നത് ലജ്ജാകരമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. തൃശൂർ ഓഫീസിൽ നിന്നും കോടികൾ മാറ്റിയത് എങ്ങോട്ടാണെന്നറിയണം. ആദായനികുതി വകുപ്പ് പരിശോധനയുടെ പേരിൽ ഫണ്ട് മാറ്റാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടോ എന്ന് വ്യക്തമാക്കണം. പാർട്ടിയുടെ പണം നഷ്ടമായെങ്കിൽ അത് തിരിച്ചു കിട്ടണമെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം എല്ലാവരും കൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.